ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം. വഴിന്ന് മാറി, അല്ലെങ്കിൽ ഇനി അടുത്ത കേസുണ്ടാക്കാനുള്ള വഴി നോക്കി നടക്കുകയാണ്. നമസ്കാരം. അയ്യോ, നിങ്ങൾ എന്നെ വെറുതെ വിടണം. ഒരു കാരണവശാലും ഇതിന് രാഷ്ട്രീയമായ യാതൊരു തരത്തിലും പ്രാധാന്യമില്ലാത്തൊരു വിസിറ്റാണ്, സന്ദർശനമാണ്. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കാരൂത്ര പള്ളിയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ രാഷ്ട്രീയം പ്രസംഗിക്കരുത്, രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇത് എൻ്റെ വാക്കുകളല്ല. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ചലച്ചിത്ര നടൻ കൂടിയായ സുരേഷ് ഗോപിയുടെ വാക്കുകളാണ്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിന് ശേഷം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരൂത്ര പള്ളിയിൽ എത്തിയപ്പോഴാണ് ഇതുപോലെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചത്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടൂ നിങ്ങൾ. ഇതിൽ രാഷ്ട്രീയപരമായ യാതൊന്നും തന്നെയില്ല, മോസ്റ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് ദയവായി ഇതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തരുത്, രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ കാപ്പി കഴിച്ചിട്ടില്ലെങ്കിൽ പോയി കാപ്പി കഴിക്കൂ. ഞാൻ കാപ്പി കഴിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമില്ല. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇത്തരം ഒരു വിസിറ്റിൽ ഇത്തരം മാധ്യമപ്രവർത്തകർ കടന്നു കയറുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയസാധ്യത സുരേഷ് ഗോപിക്കാണ് എന്നുള്ള സർവേകൾ വന്നതിന് ശേഷമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ കൊട്ടിക്കലാശത്തിന് ശേഷം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പള്ളിയിലെത്തിയത്. പള്ളിയിൽ സുരേഷ് ഗോപി എത്തുന്നു അല്ലെങ്കിൽ എത്തി എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തത്. എന്നാൽ ഇതിൽ തികച്ചും വ്യക്തിപരമായ കാര്യം മാത്രമാണുള്ളത്. ഒരാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സഞ്ചരിക്കുവാനും ഇഷ്ടമുള്ള പ്രാർത്ഥനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാനുമുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത്, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ദയവായി ഹനിക്കരുത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചത്. ഞാനും ഒന്ന് ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം വളരെ ഹാസ്യാത്മകമായി തന്നെ മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചത്. ഇനി ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന വിവരം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപി വോട്ട് തട്ടുവാൻ വേണ്ടി പ്രാർത്ഥനാലയങ്ങൾ കയറി ഇറങ്ങുന്നു, ഇതൊരു വ്യക്തമായ സൂചനയാണ് വോട്ട് തട്ടാനുള്ളത് എന്നൊക്കെ വെറുതെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു വിവാദമായിരിക്കും. അതുകൊണ്ട് അത്തരം വിവാദങ്ങളിലേക്കൊന്നും ദയവായി ഈ അവസരത്തിൽ എന്നെ വലിച്ചിഴക്കരുത് എന്നുകൂടി മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പറയുന്നുണ്ട്. സുരേഷ് ഗോപി ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ ഒട്ടും തൃപ്തരാകാതെ വീണ്ടും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞുകൊണ്ട് മുൻപിൽ കയറി നിന്നപ്പോൾ അദ്ദേഹം പഴയ ഒരു കാര്യം അനുസ്മരിച്ചുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞു, ദയവായി വഴി മാറി നിൽക്കൂ, വീണ്ടും എന്നെ കേസുകളിലേക്ക് വലിച്ചിഴക്കരുത്. മുൻപ് കോഴിക്കോട് വെച്ച് ഷിത ജഗത് എന്ന ഒരു മാധ്യമപ്രവർത്തക അദ്ദേഹത്തെ ഇതുപോലെ വഴി തടഞ്ഞു നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ അവസരത്തിൽ സുരേഷ് ഗോപി സഹോദര നിർവിശേഷമായ വാത്സല്യത്തോടു കൂടി അല്ലെങ്കിൽ പിതൃ നിർവിശേഷമായ വാത്സല്യത്തോടു കൂടി ആ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈത്തട്ടിക്കൊണ്ട് മകളെ മാറി നിൽക്കൂ, പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചില കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് മറുപടിയും പറഞ്ഞു. പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ തന്നെയായിരുന്നു കേരളത്തിൽ എമ്പാടും ഉണ്ടായത്. വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കും വഴിവെച്ച സംഭവം തന്നെയായിരുന്നു ഷിത ജഗത് എന്ന മാധ്യമപ്രവർത്തകയുടെ സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ്. എന്നാൽ ആ കേസിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തു പുറത്തിറങ്ങി. വീണ്ടും അദ്ദേഹത്തെ ആ കേസുമായി ബുദ്ധിമുട്ടിക്കുവാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ മുതിർന്ന സാഹചര്യമൊന്നും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നു കാണില്ല. ഈ സംഭവം ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോൾ തടിച്ചുകൂടിയ അല്ലെങ്കിൽ തൻ്റെ വഴി തടഞ്ഞു നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിൽ സംസാരിച്ചത്. ദയവായി വഴി മാറി നിൽക്കൂ, അല്ലെങ്കിൽ അത് പുതിയ കേസിന് വഴിവെക്കും. ദയവായി എന്നെ കേസുകളിലേക്ക് വലിച്ചിഴക്കില്ലേ, ഞാനൊന്ന് സ്വതന്ത്രമായി ജീവിച്ചോട്ടെ, എനിക്കും ഒരു സ്വകാര്യ ജീവിതമുണ്ടല്ലോ, പ്ലീസ് എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, നിങ്ങൾ എന്നെ വഴി തടയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിനും നാളുകളായി തുടർന്നിരുന്ന അലച്ചിലുകൾക്ക് ശേഷം സുരേഷ് ഗോപി ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞത്. മാധ്യമപ്രവർത്തകരും സുരേഷ് ഗോപിയും തമ്മിൽ നടന്ന അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം. വഴിന്ന് മാറി, അല്ലെങ്കിൽ ഇനി അടുത്ത കേസുണ്ടാക്കാനുള്ള വഴി നോക്കി നടക്കുകയാണ്. എൻ്റെ ലിബർട്ടി നിങ്ങൾ ചോദ്യം ചെയ്യരുത്, ഇത് പ്രൈവറ്റ് വിസിറ്റാണ്. ഞാൻ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമല്ല. അതുകൊണ്ട് എൻ്റെ സമയക്രമീകരണം എല്ലാം തെറ്റിപ്പോവും. ഒരു 2 മിനിറ്റിൽ വിടണം വേഗം. അല്ല, അതൊക്കെ പാർട്ടിക്കാർ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ല, അതല്ല, ഇതെൻ്റെ പ്രൈവറ്റ് വിസിറ്റാണ്. എനിക്ക് അരുവിത്ര പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു. അതിന് ഇന്നലെ
കൊട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു, വന്നു. ആ കൂട്ടത്തിൽ നടക്കും. എങ്ങനെയുണ്ട് വിജയ പ്രതീക്ഷ അവസാനം? നല്ല പ്രതീക്ഷയാണ്. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തൃശ്ശൂരിങ് എടുക്കുമോ? എങ്ങോട്ടെടുക്കണം. ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു, ഞാൻ ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. 2019 മുതൽ അവിടെ ആരുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ ഈ സാർ, ഞങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ ജീവിക്കാൻ അവകാശമില്ലേ? ഞങ്ങൾ ഒന്ന് മനുഷ്യരായിട്ട് ജീവിച്ചോട്ടെ സാർ. നിങ്ങൾ ഞങ്ങളെ ആ വഴിക്ക് വലിച്ചഴക്കാതെ. അല്ല, അത് പറഞ്ഞോട്ടെ, അത് രാഷ്ട്രീയം, ഇത് രാഷ്ട്രീയമല്ല. വെരി പേഴ്സണൽ, വെരി പേഴ്സണൽ. അയ്യോ, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്യാതെ, ഇല്ലെങ്കിൽ പറ നിങ്ങൾ പോലീസുകാരാണ്, പോലീസുകാർക്ക് വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറ. I cannot be obliged to answer. It's a private affair, I told you. Very private. ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? എല്ലാ വിജയാശംസകളും. കാപ്പ് കുടിച്ചു. നിങ്ങൾക്ക് ഈ സമയത്ത് പോയി കാപ്പി കുടിച്ചൂടെ? ഞാൻ കാപ്പി കുടിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാതലിനാണ് വിളിച്ചത്, പ്രാതൽ കഴിച്ചു, അത്രയേ ഉള്ളൂ. ലഞ്ചൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് പറഞ്ഞാൽ ചിലർക്ക് പൊട്ടാൻ തുടങ്ങും. പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ നടക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ടാണ്. താങ്ക് യു. ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം. ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇനി അടുത്ത കേസുണ്ടാക്കാനുള്ള വഴി നോക്കി നടക്കുകയാണ്.